തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകരുടെ ആഘോഷം ഇന്നലെ മുതലേ ആരംഭിച്ചതാണ്. ഈ സമയത്ത് ഇന്ന് സുരേഷ് ഗോപിയുടെ എത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സാധിച്ചത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട 6 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ്. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ആവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയുള്ള മറ്റൊരു പ്രവർത്തനത്തിലേക്കാണ് തൃശൂരിലെ ബി.ജെ.പി. നേതൃത്വം ഇനി പോകാൻ പോകുന്നത്. ഈ സമയത്ത് നമ്മോടൊപ്പം ചേരുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പ്രിന്റു മാഷാണ്. മാഷ നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങൾ? എങ്ങനെയുണ്ട്? തീർച്ചയായും നമ്മൾ മുമ്പ് ഇലക്ഷന് മുമ്പും നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധിച്ചിരിക്കുന്നു. അന്ന് ചിലപ്പോൾ ചില ആളുകൾക്ക് അവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ ഇത്തവണ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള കാര്യം കൃത്യമായി ഞങ്ങൾക്കത് ഉറപ്പായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ 5 വർഷത്തെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിന്റെ ഫലം ഞങ്ങൾ പറഞ്ഞ 3 ഫാക്ടറുകൾ. ഒന്ന്, ബി.ജെ.പി. തൃശ്ശൂർ ജില്ലയുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള എണ്ണയിട്ട യന്ത്രങ്ങൾ പോലെയുള്ള പ്രവർത്തനം നടത്തി. രണ്ടാമത്തെ കാര്യം, സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് സുരേഷ് ഗോപിക്ക് ഈ തൃശ്ശൂരിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസ്യത, ആ വിശ്വാസ്യതയ്ക്ക് മേലുള്ള അദ്ദേഹത്തിന്റെ വോട്ട് എല്ലാം തന്നെ ഒന്നായി വന്നുകൊണ്ട് തൃശ്ശൂരിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ്. കേരളത്തിൽ തന്നെ ഒരുപക്ഷെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ നാഴികക്കല്ലാകാൻ പോകുന്ന ഒരു വിജയമായിട്ടാണ് സുരേഷ് ഗോപിയുടെ വിജയത്തെ ഞങ്ങൾ കാണുന്നത്. ഈ സമയത്ത് പ്രധാനമായിട്ട് ഈ മുരളീധരന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഇവിടെ ഈ നേമം നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പിയെ പരാജയപ്പെടുത്തി ആ ഒരു പൊസിഷനാണ് പുള്ളി ഇവിടെ എടുത്തത്. പക്ഷെ അത് ഇവിടുത്തെ തൃശ്ശൂരിലെ ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും ചവിറ്റുകൊട്ടയിലിട്ടു എന്നുള്ളതിൽ ഒരു തർക്കമില്ലല്ലോ. തീർച്ചയായും സാംസ്കാരിക പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് തൃശ്ശൂരിലത്. സ്വാഭാവികമായിട്ട് ആ സാംസ്കാരിക പ്രബുദ്ധത എന്താണെന്ന് മുരളീധരനും കോൺഗ്രസുകാർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നെറികെട്ട രാഷ്ട്രീയത്തിന്, മുരളീധരന്റെ കോൺഗ്രസിന്റെ നെറികെട്ട രാഷ്ട്രീയത്തിനേറ്റ തിരിച്ചടി കൂടിയാണ് ഈ സുരേഷ് ഗോപിയുടെ വിജയമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ തൃശ്ശൂരിന്റെ സുനിലേട്ടൻ എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടായിരുന്നല്ലോ, തൃശ്ശൂരിന്റെ സുനിലേട്ടൻ. ഈ തൃശ്ശൂരിന്റെ സുനിലേട്ടനോട് എന്താണ് പറയാ? തൃശ്ശൂരിന്റെ സുനിലേട്ടൻ ഇനി ഇവിടെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെയാണല്ലോ ചായക്കടയിലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയിരുന്ന് ഇങ്ങനെ ഏട്ടൻ കളിച്ച് നടന്നോട്ടെ. പാർലമെന്റിലെ കാര്യങ്ങളൊക്കെ സുരേഷ് ഗോപി നന്നായി നോക്കി, തൃശ്ശൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ നന്നായി നോക്കിക്കൊണ്ട് സുരേഷ് ഗോപി എം.പി. ആയിട്ട് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയായിട്ട് ആ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോട്ടെ. സുനിലേട്ടൻ ഇങ്ങനെ തൃശ്ശൂർ നടക്കുന്ന അതിന് ചുറ്റുമൊക്കെ ഇങ്ങനെ ഏട്ടൻ കളിച്ച് നടന്നോട്ടെ. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സുനിലേട്ടൻ എം.പി. ആകണ്ട എന്നുള്ളൊരു തീരുമാനം അത് ആൾക്കതിനുള്ള യോഗ്യത ഇല്ലാത്തതിന്റെ പേരിൽ തന്നെയല്ലേ? തീർച്ചയായും അദ്ദേഹം പരാജയപ്പെട്ടൊരു മന്ത്രിയാണ്, പരാജയപ്പെട്ടൊരു എം.എൽ.എ. ആണ്. അങ്ങനത്തെ ഒരാളെ 2-3 തവണ അവസരം കൊടുത്തിട്ടും പരാജയപ്പെട്ട എം.എൽ.എയും മന്ത്രിയായിരുന്ന ഒരാളെ വീണ്ടും പാർലമെന്റിലേക്ക് അയക്കും, അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് വീണ്ടും അയച്ചുകൊണ്ട് ഈ നാടിനെ അവതാളത്തിലാക്കുന്ന ഇവിടുത്തെ തൃശ്ശൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. തൃശ്ശൂർ ജനങ്ങൾ കൃത്യമായിട്ട് ചിന്തിച്ചു. അതുകൊണ്ട് ഈ മുരളീധരനെയും സുനിൽകുമാറിനെയും രണ്ടുപേരെയും ഇന്ന് അവർ വീട്ടിലിരുന്ന് സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിൽ കണ്ട് ആസ്വദിച്ച് ഒരു എം.പി. എന്ന രീതിയിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് കണ്ടു പഠിക്കാൻ രണ്ടുപേർക്കുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ട ഒരു ബി.ജെ.പി. സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയാണെന്നതിൽ തർക്കമില്ല. ചെമ്പ് ഗോപി എന്നുള്ള പേര് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ച ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹത്തിനെ അധിക്ഷേപിച്ച ഇതുപോലെയുള്ള ആളുകളോട് ഏത് തരത്തിലുള്ള പ്രതികരണമാണ് ബി.ജെ.പിയുടെ നേതൃത്വത്തിനുള്ളത്? അല്ല, തികച്ചും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു ആക്ഷൻ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് റിയാക്ഷൻ നടക്കും. ഈ കപട തന്ത്രങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് പ്രചരണങ്ങളെ, ആ നെഗറ്റീവ് പ്രചരണങ്ങളൊക്കെ സത്യത്തിൽ സുരേഷ് ഗോപിക്ക് ഗുണമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലെ പണം കൊണ്ട് പരിശുദ്ധ മാതാവിന് വേണ്ടിയിട്ടുള്ള ലൂർദ് മാതാവിന് നടപ്പിച്ചുള്ള ഒരു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന്റെ ചടങ്ങിനെ പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ചെമ്പ് ഗോപി എന്ന് അവഹേളിച്ചവർക്ക് മുമ്പിൽ, വടക്കുനാഥന്റെ മുമ്പിൽ തലയെടുപ്പോട് ഊന്നിക്കൊണ്ട് ചെമ്പ് ഗോപിയല്ല അദ്ദേഹം ഈ നാടിന്റെ ജനനായകനായിട്ടുള്ള സുരേഷ് ഗോപിയാണെന്നുള്ളത് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. നിരോധിക്കപ്പെട്ട ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടുള്ള എസ്.ഡി.പി.യുടെ വോട്ട് പരസ്യമായിട്ട് വേണമെന്ന് പറഞ്ഞ ആളുകളാണ് യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി അടക്കമുള്ള അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന നേതൃത്വം. അവർ പരസ്യമായിട്ട് ഈ എസ്.ഡി.പി.ഐ യു.ഡി.എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടും അത് നോ പറയാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. തൃശ്ശൂരിലെ ജനങ്ങൾ ഈ എസ്.ഡി.പി.ഐക്ക് പിന്തുണ കൊടുത്ത അല്ലെങ്കിൽ എസ്.ഡി.പി.യുടെ വോട്ട് വേണമെന്ന് പറഞ്ഞ മുരളീധരനോട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ തോൽപ്പിച്ചത് ഇതെല്ലാം ഒരു കാരണം തന്നെയല്ല? തീർച്ചയായും പല ഘടകങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന്, മൈനോറിറ്റി വോട്ട് സുരേഷ് ഗോപി കിട്ടാതിരിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള കുതന്ത്രങ്ങളാണ് ചെയ്തത് നമുക്കറിയാം. ഇപ്പൊ ഈസ്റ്റർ ദിനത്തില് ഇവിടുത്തെ ക്രൈസ്തവ വീടുകളിൽ കയറിക്കൊണ്ട് അടുത്ത ഈസ്റ്ററിന് ബീഫ് വേണോ കോളിഫ്ലവർ വേണോ എന്നുള്ള പ്രചരണം നടത്തിയത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ ക്രൈസ്തവ വിശ്വാസികളായിട്ടുള്ള ആളുകൾ സുരേഷ് ഗോപിയിലും ബി.ജെ.പിയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, മതഭീകരവാദ സംഘടന, നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള മതനിരോധന സംഘടനകളുമായി സഖ്യം ചേർന്നത് കോൺഗ്രസ്സുകാർക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഈ പുന്ന നൌഷാദ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ, ആ കോൺഗ്രസ്സുകാരനെ കൊന്ന കൊലയാളികളുമായിട്ട് മുരളീധരൻ സഖ്യത്തിന് പോയത്
കോൺഗ്രസിന്റെ അണികൾക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരടക്കം ഇപ്പൊ ഞാൻ BJP-കാരന്റെ മാത്രം വോട്ടല്ല, സുരേഷ് ഗോപി പറഞ്ഞ പോലെ കോൺഗ്രസുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഈ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന, നരേന്ദ്രമോദി വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും വോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് പ്രചരണം നടത്തിയ ആളോട് നമുക്ക് പുഞ്ചിരിക്കാൻ സാധിക്കില്ല. അല്ലെ, അവർ ചെയ്ത പോലെ ഒരു തിരിച്ചൊരു നെഗറ്റീവ് പ്രചരണം നടത്തുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഒരു BJP എന്ന പ്രസ്ഥാനത്തിൽ അല്ലെ നരേന്ദ്രമോദി വിശ്വസിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴികെട്ട ഒരു സുരേഷ് ഗോപി, അദ്ദേഹത്തെ അത്രമാത്രം അദ്ദേഹത്തിന് ഏതൊക്കെ അർത്ഥത്തിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകരടക്കം നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് ഏതൊക്കെ രീതിയിലാണ് അവഹേളിച്ചത്, കേസ് കൊടുത്തത്, പോലീസ് സ്റ്റേഷനും ജയിലിലും അടയ്ക്കാൻ നോക്കി. പക്ഷെ കേരളത്തിന്റെ മനസാക്ഷിയും തൃശ്ശൂരിലെ ജനങ്ങളും സുരേഷ് ഗോപിക്കൊപ്പമാണെന്നുള്ളതാണ് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്. സുരേഷ് ഗോപി പരാജയപ്പെടും അല്ലെങ്കിൽ പരാജയപ്പെടണം എന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രചരണം കേരളത്തിൽ നടത്തിയ ഒരു മീഡിയ വൺ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനം, അതിലൊരു മാറ്റമില്ല. അപ്പോൾ ഈ സമയത്ത് ഈ ഒരുപാട് ദിവസങ്ങൾ തൃശ്ശൂര് BJP പരാജയപ്പെടണം എന്നാഗ്രഹിച്ചുകൊണ്ടുള്ള ചർച്ചകൾ പ്രധാനമായിട്ട് അദ്ദേഹത്തെ ക്രിസ്ത്യൻ പള്ളിയിൽ ചെമ്പ് കിരീടം കൊടുത്ത് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്രചരണമൊക്കെ വലിയ രീതിയിൽ നടത്തി. അങ്ങനെ നിരവധി പ്രചരണങ്ങൾ നടത്തി സുരേഷ് ഗോപി ഇല്ലായ്മയെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മാധ്യമ സ്ഥാപനത്തിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, നമുക്ക് ഈ മാധ്യമ സ്ഥാപനങ്ങള് അങ്ങേറ്റം മര്യാദ കാണിക്കാത്ത പല സ്ഥാപനങ്ങളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഈ ചർച്ചകളൊക്കെ നോക്കിയാൽ അറിയാം. ഇപ്പോഴും അവർ നരേന്ദ്രമോദി വീണ്ടും കേവല ഭൂരിപക്ഷത്തിൽ ND അധികാരത്തിൽ വന്നിട്ടും അതിനെപ്പോലും ഉൾക്കൊള്ളാനോ അതിൽ ആ രീതിയിലുള്ള ചർച്ചകളല്ല പറയുന്നത്. നരേന്ദ്രമോദിയുടെ 400 സീറ്റാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മാധ്യമ മേഖലയിൽ ഹിഡൻ അജണ്ട വെച്ചിട്ട് അറ്റാക്ക് ചെയ്ത ഒരു സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞ് സുരേഷ് ഗോപിയായിരുന്നു. അദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങളെ പോലും വളച്ചടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊതുജന മധ്യത്തിൽ താറടിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഈ മാധ്യമങ്ങളുടെ കുതന്ത്രങ്ങൾ പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ, തൃശ്ശൂരിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. ഇത്തരത്തിലുള്ള കപട പ്രചരണങ്ങളുമായി വരുന്ന മാധ്യമങ്ങളുടെ മുഖത്തേറ്റിട്ടുള്ള അടിയാണ് സുരേഷ് ഗോപിയുടെ വിജയം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ദേശീയ തലത്തിൽ BJP-ക്ക് എന്തെങ്കിലും പ്രതിസന്ധി 5 വർഷത്തിനിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരു പ്രതിസന്ധി ഉണ്ടാവില്ല. പഠിക്കുന്നത് നരേന്ദ്രമോദിയാണ്, ഒരു സംശയം വേണ്ട. 292 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്കാണ്. BJP-ക്ക് ഒറ്റയ്ക്ക് ഈ പറയുന്ന കൂട്ടുമുന്നണികൾ മുഴുവൻ ഉണ്ടായിട്ട് പോലും അവർക്ക് 232 സീറ്റാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. 240-ന് അപ്പുറത്താണ് BJP-യുടെ സീറ്റ് നില. അതുകൊണ്ട് BJP തന്നെ അടുത്ത 5 വർഷം ഭരിക്കും. ഇനി വരാൻ പോകുന്ന 5 വർഷം ഭരിക്കുന്ന BJP തന്നെ. അതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രതിസന്ധി ഉണ്ടാവില്ല. നല്ലൊരു മുന്നണി സംവിധാനം, ഇതിനു മുമ്പ് മുന്നണി സംവിധാനം ഉണ്ടായിരുന്നു, NDA എന്ന സംവിധാനം ഉണ്ടായിരുന്നു. NDA സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര ഭരണത്തിൽ യാതൊരു പ്രതിസന്ധി ഉണ്ടാവില്ല. ഇന്ത്യ കണ്ടിട്ടുള്ള വികസനത്തിലേക്ക്, വികസിത ഭാരതത്തിലേക്കുള്ള അടുത്ത 5 വർഷത്തിന്റെ ചുവടുവെപ്പായിരിക്കും ഈ മോഡിയുടെ ഭരണം എന്നാണ് പറയാനുള്ളത്. പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, നമ്മൾ BJP-യുടെ മുന്നിലെത്തിയിരിക്കുന്ന 6 പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളുണ്ട്. ഇവിടെ ഏത് തരത്തിലുള്ള പ്രവർത്തന പദ്ധതികളായിരിക്കും ഇനി വരാനിരിക്കുന്ന സമയങ്ങളിൽ BJP നടപ്പിലാക്കുക? തീർച്ചയായും BJP സംബന്ധിച്ചിടത്തോളം അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് ഈ തൃശ്ശൂർ പഞ്ചായത്തിനകത്ത് ലീഡ് ചെയ്ത ഒരുപാട് പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്. അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളതാണ് BJP മുന്നോട്ട് വെക്കുന്ന. നമ്മൾ തൃശ്ശൂർ പാർലമെന്റ് പിടിച്ച പോലെ BJP-യുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിരവധി പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് അടുത്ത 7 നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള തന്ത്രങ്ങളാണ് പാർട്ടി നേതൃത്വം ആവിഷ്കരിച്ചിട്ടുള്ളത്. വളരെ നന്ദി. BJP-യുടെ നേതൃത്വം അടുത്ത ഒരു പ്ലാൻ ചെയ്യുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ BJP പൂർണ്ണമായിട്ടും പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ്. നിലവിൽ 7 സീറ്റുകളാണ് ഈ പറയുന്ന കോർപ്പറേഷനിലുള്ളത്, BJP-ക്ക് മാത്രമുള്ള. അതിൽ വലിയൊരു മാറ്റമാണ് ഇത്തവണ BJP ഈ ഒരു വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ട് മറ്റ് പുതിയ വിഷയങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. വന്ദേ മാതരം.